ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. അതിനായി നമ്മുടെ ഹൃദയത്തെയും കാതിനെയും ഒരുക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം കേൾക്കുവാൻ ഒരുങ്ങാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങൾ ദൈവവചന കേൾവിക്കായി അടിയങ്ങളെ ഒരുക്കുകയാണ്. വചനം സംസാരിക്കുന്ന അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിൽ നിറയ്ക്കണമേ. കേൾക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനെ നിറച്ച് കേൾക്കുന്ന വചനം അവരുടെ ഹൃദയത്തിൽ പതിയുവാൻ, അതും പ്രകാരം ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അവിടുത്തെ നടത്തിപ്പ് കൂടെ ഇരുന്ന് സഹായിക്കണം. സകലതും ചന്തോ ഉചിതമാക്കണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം, പഠിക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നതായ വിഷയം എന്ന് പറയുന്നത് കൽപ്പനയും കൃപയും എന്ന വിഷയമാണ്. ലോ ആൻഡ് ദ ഗ്രേസ്. കൽപ്പനയും കൃപയും. ഇന്ന് നാം ലോകത്തിൽ കേൾക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് നമ്മൾ കൃപയുടെ യുഗത്തിലാണ്, കൃപാകാലത്തിലാണ്. അതുകൊണ്ട് കൽപ്പനയുടെ ആവശ്യം ഇല്ല എന്ന് നമ്മൾ ധാരാളമായി കേൾക്കുകയാണ്, കാലങ്ങളായി കേൾക്കുകയാണ്. ഒരുപക്ഷെ അനേകരും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് മുതൽ, അതായത് കർത്താവ് യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ചത് മുതൽ നമ്മൾ കൃപയിലാണ്, അതുകൊണ്ട് കൽപ്പന ആവശ്യമില്ല എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ കൽപ്പനയും കൃപയും ചേർന്ന് പോകുന്നതാണോ എന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കൊരു വേദഭാഗം ചിന്തിക്കാം, പരിശോധിക്കാം. റോമർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം എന്താണത് പറയുന്നത് നോക്കാം. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. For where no law is, there is no transgression. എവിടെ കൽപ്പനയില്ലയോ അവിടെ എന്തില്ല? ലംഘനമില്ല. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനമില്ല. ലംഘനമില്ലെങ്കിൽ പാപമില്ല. പാപമില്ലെങ്കിൽ കൃപയുടെ ആവശ്യമില്ല. നോക്കണം, കൃപ എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. കൽപ്പനയുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ കൃപയുടെ ആവശ്യം എന്താണ്? കൽപ്പന ഇല്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? കൃപയുടെ ആവശ്യം ഇല്ല. റോമർക്കെഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? നമ്മൾ ആദ്യം വായിച്ചത് എന്താണ്? ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനമില്ല. അപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണോ പാപമുള്ളത്? ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണോ ലംഘനമുള്ളത്? അതുകൊണ്ട് നാം എന്ത് പറയണം? ന്യായപ്രമാണം പാപമെന്ന് പറയണമോ എന്ന് പൗലോസ് ചോദിക്കുകയാണ്. പൗലോസിൻ്റെ ഉത്തരം പറയണം. എന്താണ് ഉത്തരം? ഒരു നാളും അരുത്. എന്താണ്? ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അങ്ങനെ പറയരുത്. എന്നാലും എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. ന്യായപ്രമാണം ഇല്ലെങ്കിൽ എന്തില്ല? ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. എന്താണപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്? ന്യായപ്രമാണം ഇല്ലെങ്കിൽ എന്തില്ല? ലംഘനമില്ല. ലംഘനമില്ലെങ്കിൽ എന്തിൻ്റെ ആവശ്യമില്ല? കൃപയുടെ ആവശ്യമില്ല. അപ്പോൾ ന്യായപ്രമാണം ഉള്ളത് കൊണ്ടാണ് ലംഘനമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായ ചോദ്യമാണ്, അപ്പം ന്യായപ്രമാണമല്ലേ എല്ലാത്തിനും കാരണം? ന്യായപ്രമാണമല്ലേ അപ്പോൾ പാപം? പൗലോസ് പറയുന്നു, അല്ല, ഒരു നാളുമല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക പോലും അരുത്. ന്യായപ്രമാണമല്ല പാപം. മറിച്ച് എന്താണ്? ന്യായപ്രമാണം നമുക്ക് എന്ത് തരുന്നു? പാപത്തെക്കുറിച്ചുള്ള അറിവ് തരുന്നു. ന്യായപ്രമാണം ഇല്ലെങ്കിലോ പാപം എന്താണ് നമ്മൾ അറിയത്തില്ല. അറിയാതെ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് പാപമായി ഭവിക്കുകയും ചെയ്യും. അപ്പോൾ ന്യായപ്രമാണം നമുക്ക് എന്ത് തരുന്നു? പാപത്തെക്കുറിച്ചുള്ള അറിവ് തരുന്നു. ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ ഞാനത് പാപമാണെന്ന് അറിയുകയില്ലായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളും ഇല്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്യുന്നത്.
നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് എന്താണ്? ന്യായപ്രമാണമില്ലെങ്കിൽ എന്തില്ല? ലംഘനമില്ല. ലംഘനമില്ലെങ്കിൽ എന്തില്ല? പാപമില്ല. പാപമില്ലെങ്കിൽ കൃപയില്ല. കൃപയില്ലെങ്കിൽ രക്ഷകൻ്റെ ആവശ്യമില്ല. പാപമില്ലെങ്കിൽ പാപമില്ലാത്തടത്ത് രക്ഷകൻ്റെ ആവശ്യമില്ല, കൃപയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്നത്, ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് വിശ്വാസത്താൽ ഉറപ്പിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ്? ആകയാൽ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളും ഇല്ല. ന്യായപ്രമാണത്തെ എന്ത് ചെയ്യുന്നില്ല? ദുർബലമാക്കുന്നില്ല. മറിച്ച് എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. വിശ്വാസത്താൽ. വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു നമ്മൾ പാപം ചെയ്തതുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാകുവാൻ ഈ ലോകത്തിലേക്ക് വന്ന് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമായി ക്രൂശിൽ മരിച്ചു. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്തുണ്ട്? ആകയാൽ അത് വിശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തെ ഉറപ്പിക്കുന്നു. കാരണം ന്യായപ്രമാണമാണ് നമ്മൾ പാപം ചെയ്തു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ പാപം ചെയ്തു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടി വന്നത്? രക്ഷകൻ്റെ ആവശ്യം വന്നത്. ആ രക്ഷകൻ വരികയും രക്ഷകൻ നമുക്ക് കൃപ തരികയും ചെയ്തു. ആ രക്ഷകനിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ വിശ്വാസത്താൽ നമ്മൾ എന്ത് ചെയ്തു? ആ ന്യായപ്രമാണത്തെ ഉറപ്പിക്കത്രേ ചെയ്തത്. അപ്പോൾ ആൾക്കാർ പറയും, ഇന്ന് നമ്മൾ കേൾക്കുന്നതൊക്കെ എന്താണ്? ഈ ന്യായപ്രമാണം പഴയ നിയമകാലത്ത് മാത്രമുണ്ടായിരുന്നതാണ്, പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ, പുതിയ നിയമത്തിൽ എന്തില്ല? ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല, അവിടെ കൃപാകാലമാണ്, കൃപയുടെ കാലമാണ്, അവിടെ ന്യായപ്രമാണം ഇല്ല എന്നാണ് അനേകരും പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു. 19-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം എന്താ പറയുന്നത്? യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. എങ്ങനെയാണത്? യഹോവയുടെ ന്യായപ്രമാണം എങ്ങനെയുള്ളത്? തികവുള്ളത്. അതെന്ത് ചെയ്യുന്നു? അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം എങ്ങനെയുള്ളതാണ്? അത് വിശ്വാസ്യമാകുന്നു. അതെന്ത് ചെയ്യുന്നു? അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോൾ പഴയ നിയമകാലത്തിൽ എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. ഒപ്പം എന്തുകൂടിയുണ്ട്? നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ മനസ്സിലാക്കി? പഴയ നിയമകാലത്ത് എന്തുണ്ട്? ന്യായപ്രമാണവും കൃപയുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ്? പഴയ നിയമകാലത്ത് എന്തുണ്ട്? ന്യായപ്രമാണമുണ്ട്. അതോടൊപ്പം എന്തുകൂടിയുണ്ട്? കൃപ കൂടിയുണ്ട്. ന്യായപ്രമാണവും കൃപയും എന്തുണ്ട്? ന്യായപ്രമാണവും കൃപയും പഴയ നിയമകാലത്തുണ്ട്. വേറൊരുത്തിൽ പറഞ്ഞാൽ അത് ചേർന്ന് വരുന്നു. ബ്ലെൻഡിങ് ഓഫ് ലോ ആൻഡ് ഗ്രേസ് ഇൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. എന്താണ്? നിയമവും അല്ലെങ്കിൽ ന്യായപ്രമാണവും കൃപയും എന്ത് ചെയ്യുന്നു? പഴയ നിയമകാലത്ത് ചേർന്ന് വരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 14 മുതൽ നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പഴയ നിയമത്തിൽ കണ്ട എന്താണ്? നിയമവും കൃപയും ഒരുമിച്ച് പോകുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എന്താ നമ്മൾ കാണുന്നത്? റോമാലേഖനത്തിൽ നമ്മൾ എന്താ വായിച്ചത്? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. എങ്ങനെ? കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ മാറ്റിയത് കൊണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾ ചുമന്നത് കൊണ്ട്. പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. നോക്കണം, അപ്പോൾ പുതിയ നിയമത്തിൽ എന്താണ്? പഴയ നിയമത്തിൽ നമ്മൾ കണ്ടു എന്താണ്? ന്യായപ്രമാണവും കൃപയും ഒരുമിച്ച് പോകുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോഴോ? പുതിയ നിയമത്തിൽ വന്നപ്പോൾ കൃപയും നിയമവും ഒരുമിച്ച് പോകുന്നു. എങ്ങനെയാണ് ഈ വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം. പഴയ നിയമത്തിൽ എന്ത് ഉണ്ടായിരുന്നു? ന്യായപ്രമാണം. അതിൻ്റെ കൂടെ എന്ത് ചേർന്ന് വന്നു? കൃപ ചേർന്ന് വന്നു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്ത് വന്നു? കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ ലഭിച്ചു. കൃപയോട് കൂടി എന്തുകൂടിയുണ്ട്? ന്യായപ്രമാണം കൂടിയുണ്ട്. എങ്ങനെയാണ് നമ്മളിപ്പോൾ കണ്ടത്? പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. കൃപയാൽ സ്വാതന്ത്ര്യം ലഭിച്ചു. നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഇനി നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാൻ പാടില്ല? ഇനി പാപം ചെയ്യാൻ പാടില്ല. അതാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം പറയുന്നത്. എന്താണ്?
ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ന് വെച്ചാൽ തങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് കൽപ്പന അനുസരിക്കുന്നതിനെ കുറിച്ചാണ്. തങ്ങളുടെ കൽപ്പന അനുസരിക്കുന്നത് ഭാഗ്യവാന്മാർ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്തുണ്ട്? പുതിയ നിയമത്തിൽ കൃപയും ന്യായപ്രമാണവും, പഴയ നിയമത്തിൽ ന്യായപ്രമാണവും കൃപയും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബി വിത്ത് യു ഓൾ എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. എന്താണ് നേരത്തെ നമ്മളെന്താ കണ്ടത്? 14-ാമത്തെ വാക്യം, നിങ്ങൾക്ക് ജീവൻ്റെ വൃക്ഷത്തിൽ അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ, വസ്ത്രമലക്കി സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്ന് വെച്ചാൽ തങ്ങളെ തന്നെ കറയും ചുളുക്കവും ഒന്നുമില്ലാത്തവരായി, തെറ്റ് ചെയ്യാതെ, പാപം ചെയ്യാതെ, പാപത്തിൻ്റെ പരിജ്ഞാനം ന്യായപ്രമാണം വരുത്തുമ്പോൾ അത് തെറ്റും ശരിയും ബോധ്യപ്പെടുത്തുമ്പോൾ ആ തെറ്റ് ചെയ്യാതെ ശരി ചെയ്തു പോകുന്നവൻ. കാരണം എന്തുകൊണ്ടാണ്? ഒരിക്കൽ നമുക്ക് രക്ഷ ലഭിച്ചു, ഒരിക്കൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി. ഇനിയും പാപം ചെയ്താൽ നമുക്ക് പരിഹാരം എന്താണ് മാർഗം? വേറെ ഒരു മാർഗവുമില്ല. വീണ്ടും വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന് വന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ കഴിയത്തില്ല. ഒരിക്കലായി എല്ലാ പാപവും അവൻ മാറ്റിയത് കൊണ്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇനിയും നമ്മൾ പാപത്തിൽ തുടരാൻ പാടില്ല. മറിച്ച് പാപത്തിൽ തുടരാതിരിക്കുവാൻ നമ്മളെ എന്ത് നിർദ്ദേശിക്കണം? എന്ത് നമ്മളെ സഹായിക്കണം? കൽപ്പന നമ്മളെ സഹായിക്കണം. എങ്ങനെ സഹായിക്കും? ഇന്നതിന്നത് തെറ്റാണ്, അത് പാപമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഈ കൽപ്പന അനുസരിക്കുന്നത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്തായിരിക്കുകയാണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം പോയി. ഇനി നമുക്ക് കൽപ്പന അനുസരിക്കാൻ പ്രയാസമില്ല. കാരണം അതനുസരിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി പാപം ചെയ്യുന്നില്ല. നമ്മൾ ആ കൃപയിൽ അങ്ങനെ തുടരുകയാണ്. അപ്പോൾ പഴയ നിയമകാലത്തിലെ കൃപയും പുതിയ നിയമത്തിലെ കാലത്തിലെ കൃപയും നമ്മൾ എന്താ വ്യത്യാസം? പഴയ നിയമത്തിൽ നിയമവും കൃപയും. അതാണ് നോഹ അനുസരിച്ചു, അവന് കൃപ ലഭിച്ചു, അവനെ നീതിമാനായി എണ്ണി. പുതിയ നിയമത്തിൽ എന്താണ്? പാപിക്ക് കൃപ ആവശ്യമാണ്, കൃപ ലഭിച്ചു, എന്നിട്ട് എന്ത് ചെയ്യണം? കൽപ്പന അനുസരിക്കണം. വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് കൃപയും നിയമവും തമ്മിൽ, കൽപ്പനയും കൃപയും തമ്മിലുള്ള ബന്ധം? ഒന്ന്, കൽപ്പനയും കൃപയും, അത് പഴയ നിയമകാലം. രണ്ട്, പുതിയ നിയമകാലത്തിൽ വന്നപ്പോൾ എന്താണ്? കൃപയും കൽപ്പനയും. കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ട് നമ്മൾ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൽപ്പനയും പാപവും എന്ത് ചെയ്തു? നമുക്ക് കൃപ അനിവാര്യമാക്കി. കൽപ്പന ലംഘനം പാപം. അപ്പോൾ കൽപ്പന ലംഘിച്ചത് കൊണ്ട്, പാപം ഉണ്ടായതുകൊണ്ട് കൃപ നമുക്ക് അനിവാര്യമാക്കി. എന്താണ് അനിവാര്യമായത്? പാപത്തിൽ നമ്മളെ വിടുവിക്കണം. അതിനെന്ത് സംഭവിക്കണം? നമുക്കൊരു റൈറ്റുമില്ല, നമുക്കൊരു അവകാശവുമില്ല അതിന് നമുക്ക് മാറുവാൻ. അത് നമുക്ക് അർഹിക്കാത്തതാണ്. നമുക്ക് അർഹിക്കാത്തടത്ത് ആരെങ്കിലും നമുക്കത് തരണം, എങ്കിലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ ദൈവം നമുക്ക് അർഹിക്കാത്ത ദാനം നൽകി, അതാണ് രക്ഷ. അങ്ങനെ നമുക്ക് കൃപ ലഭിച്ചു. ആകയാൽ റോമർക്കെഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയുകയാണ്, ആകയാൽ എന്ത്? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ഞാനത് ഒന്നുകൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ. അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുകയാണ് റോമാലേഖനത്തിലൂടെ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്താ ചോദിച്ചത്? ആകയാൽ കൃപ പെരുകേണ്ടതിന് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. പിന്നെയും പൗലോസ് പറയുകയാണ് എന്താണ്? 3-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് എന്താണ്? ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുന്നില്ല, മറിച്ച് ന്യായപ്രമാണം പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുത്തുന്നത്. അത് വരുത്തുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ന്യായപ്രമാണത്തെ മാറ്റുവാനാണോ പാപത്തെ മാറ്റുവാനാണോ? ഇതുവരെ കേട്ട നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നത് കൽപ്പനയെ മാറ്റുവാനാണോ അതോ പാപത്തെ നീക്കുവാനാണോ? എന്ത് നീക്കുവാനാണ്? അനേകർ പറയുന്നു കൽപ്പന നീക്കിയെന്ന്. കൽപ്പനയാണോ കർത്താവ് നീക്കിയത്? പാപത്തെ ആണോ നീക്കിയത്? യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം എന്താണ്? യോഹന്നാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാണ് പറഞ്ഞത്.
എന്തിനെ ചുമക്കുന്ന? പാപത്തെ ചുമക്കുന്ന. പാപത്തെ ചുമന്ന് മാറ്റുന്ന, നമ്മളിൽ നിന്നും ആ പാപം, നമ്മൾ ചുമക്കുന്ന പാപം കർത്താവ് യേശു ക്രിസ്തു ചുമക്കുകയാണ്. അപ്പം നമ്മളിൽ നിന്ന് അത് നീങ്ങിപ്പോയി, നമ്മളിൽ നിന്ന് അത് മാറിപ്പോയി. കൽപ്പനയെ നീക്കുവാനല്ല കർത്താവ് വന്നത്. എന്ത് നീക്കുവാനാണ്? പാപത്തെ നീക്കുവാനാണ് വന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം-17 വാക്യത്തിൽ എന്താ പറയുന്നത്? ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ, നമുക്ക് ഈ കൽപ്പനയും കൃപയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പാപവും നിയമവും തമ്മിൽ, ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം എന്താണ്? യാക്കോബിൻ്റെ ലേഖനം 1-ാം-അധ്യായം 22 മുതലുള്ള വാക്യം നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? യാക്കോബിൻ്റെ ലേഖനം 1-ാം-അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? എങ്കിലും നിങ്ങൾ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കരുത്. അത് കേൾക്ക മാത്രം ചെയ്താൽ പോരാ, അത് ചെയ്യുന്നവനായും തീരണം. കേട്ട് അനുസരിക്കുക കൂടി വേണമെന്ന് യാക്കോബിൻ്റെ ലേഖനം നമ്മോട് പറയുന്നു. തുടർന്ന് പറയുകയാണ്, എന്താണ്? അത് ചെയ്യാത്തവനായിരുന്നാൽ, നമ്മൾ കേട്ടിട്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയാണ്. അത് നമ്മൾ ചെയ്യാത്തവനായിരുന്നാൽ എന്ത് സംഭവിക്കുന്നു? കണ്ണാടിയിൽ തങ്ങളുടെ മുഖം കണ്ടിട്ട്, കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിലുള്ളതായ അഴുക്കും കുഴപ്പമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ കുറച്ച് കണ്ണാടി ഇല്ലാതിരിക്കുന്നിടത്ത്, കണ്ണാടി നമ്മൾ മാറി അവിടുന്ന് മറന്ന് അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ നമ്മളെന്താ കരുതുക? കണ്ണാടിയിൽ കണ്ട മുഖം നമ്മളങ്ങ് മറന്നു പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖത്തുണ്ടായിരുന്ന വിരൂപത്തെ, നമ്മുടെ മുഖത്തുണ്ടായിരുന്ന അഴുക്കിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറന്നു കളഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ സുന്ദരനാണെന്ന്. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പാടിയത്: കണ്ണാടി കാണുവോളം തന്നെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും വിരൂപന്മാരും. അപ്പോൾ വിരൂപന്മാരും എന്ത് നിരൂപിക്കും? കണ്ണാടി കാണുന്നത് വരെ അവരും കണ്ണാടി കാണുവോളം തന്നെ രൂപം എത്രയും നന്നെന്ന് നിരൂപിക്കും. ആര്? വിരൂപന്മാരും. കണ്ണാടി വരുമ്പോഴാണ്, കണ്ണാടി നോക്കുമ്പോഴാണ് എന്ത് കാണുന്നത്? അവർ വിരൂപനാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ വചനം കേട്ട് അനുസരിക്കാത്തവൻ തങ്ങളെ തന്നെ ചതിക്കുന്നു. വചനം കേട്ട് ചെയ്യുന്നവൻ എങ്ങനെയുണ്ടെന്നാണ് പറയുന്നത്? വചനം കേട്ട് ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു? അവൻ അത് തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി നിൽക്കുന്നവനോ, അത് മറക്കുന്നവനല്ല, അത് ചെയ്യുന്നവൻ അതിനാൽ ഭാഗ്യവാനാകും, അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ കൃപയും കൽപ്പനയും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായും കൃപയും കൽപ്പനയും തമ്മിൽ മാറ്റാൻ കഴിയാത്തതായ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? അപ്പോൾ കൃപയിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, റോമർക്കെഴുതിയ ലേഖനം 14-ാം-അധ്യായം 15-ാമത്തെ വാക്യം, റോമർ 6-ാം-അധ്യായം 14-15 വാക്യം എന്താണ്? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്താണ്? എന്തിനാണ് അധീനർ? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. എന്നാൽ എന്ത്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം ചെയ്യുകയെന്നോ? നോക്കിക്കേ, ചോദ്യം അവിടെ തന്നെ ഉത്തരവും വ്യക്തമാണ്. എന്താണ് ചോദിക്കുന്നത്? ആദ്യം പറയുന്നു, നിങ്ങൾ എന്തിനധീനരല്ല? ന്യായപ്രമാണത്തിന് അധീനരല്ല. എന്ന് വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് ആ ന്യായപ്രമാണത്തിൻ്റെ മേലുള്ള ശിക്ഷയുടെ ആ ശിക്ഷ നമ്മളുടെ മേലില്ല. കാരണം എന്താണ്? അത് ദൈവം എടുത്തു മാറ്റി. എന്നാൽ നമ്മൾ കൃപയ്ക്ക് അധീനരായതുകൊണ്ട് എന്താണ്? പാപം ചെയ്യുകയെന്നോ എന്ന് വെച്ചാൽ കൽപ്പന ലംഘിക്കുകയെന്നോ അല്ല, ഒരു നാളും അരുത് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുകയാണ്. കൽപ്പന നീക്കിയെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ? പൗലോസ് ചോദിക്കുന്നത് എന്താണ്? ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ കൽപ്പന ലംഘിക്കുകയെന്നോ എന്ന് വെച്ചാൽ കൽപ്പന ലംഘനമാണല്ലോ പാപം. അപ്പോൾ പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്, ഒരു നാളും കൽപ്പന ലംഘിക്കരുത് എന്നാണ് അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്. അപ്പോൾ തികഞ്ഞ ന്യായപ്രമാണത്തെ ഉറ്റുനോക്കി നിൽക്കുന്നവനോ എന്ത് ചെയ്യുന്നു? കണ്ണാടിയിൽ മുഖം കണ്ടിട്ട് മറക്കുന്നവനല്ല, മറിച്ച് എന്ത് ചെയ്യുന്നവനാണ്? അത് ചെയ്യുന്നവനാണ്. എന്ത് ചെയ്യുന്നവൻ? കണ്ണാടിയിൽ തൻ്റെ മുഖം കണ്ടപ്പോൾ താൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അത് മാറ്റുവാൻ ദൈവം ഉപദേശിച്ച നിർദ്ദേശങ്ങൾ പാലിക്കുന്നവനാണ്. അങ്ങനെ ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. വെളിപ്പാട് പുസ്തകം 14-ാം-അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പോൾ സ്വർഗത്തിൽ ആരെയാണ് ആവശ്യം? ആരെയാണ്?
അല്ലെങ്കിൽ ദൈവം വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നവർ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ വിശുദ്ധന്മാരെയാണ് ആവശ്യം. അപ്പോൾ ദൈവം വിശുദ്ധനെന്ന് വിളിക്കുന്നവർക്ക് എന്ത് വേണം? ദൈവകൽപ്പന വേണം, യേശുവിലുള്ള വിശ്വാസവും വേണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം എന്ത് വിളിക്കുന്നത്? വിശുദ്ധനെന്ന് വിളിക്കുന്നത്. ഇനി 12-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചാലോ? വെളിപ്പാട് പുസ്തകം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട് അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? നമ്മൾ കൃപയ്ക്ക് അധീനരാണ് എന്ന് വെച്ചാൽ, കൃപയ്ക്ക് അധീനരാണെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുവാൻ ആ കൽപ്പന നമ്മളെ സഹായിക്കും എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളെ വിശുദ്ധനെന്ന് ദൈവം വിളിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൽപ്പനയും യേശുവിനുള്ളതായ വിശ്വാസവും നമ്മൾ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കൃപ നമ്മളുടെ മേൽ പ്രയോജനം ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആ കൃപ നമുക്ക് പ്രയോജനമില്ലാതെ നമ്മൾ ആ കൃപയെ നഷ്ടപ്പെടുത്തുന്നവരായി തീരും. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് പാപം ചെയ്യാതെ ജീവിക്കണം. നമ്മളിലൂടെ എന്ത് ചെയ്യണം? ആ നിയമത്തെ നമ്മൾ ഉറപ്പാക്കണം, ആ ന്യായപ്രമാണത്തെ നമ്മൾ ഉറപ്പിക്കണം. അതാണ് കൃപയും നിയമവും അല്ലെങ്കിൽ കൽപ്പനയും കൃപയും തമ്മിലുള്ളതായ അന്തരം അല്ലെങ്കിൽ താരതമ്യം അല്ലെങ്കിൽ സാമ്യത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കൽപ്പന നമ്മളെ എന്ത് ചെയ്യാൻ സഹായിക്കും? പാപം ചെയ്യാതിരിക്കാൻ സഹായിക്കും. പാപത്തിൻ്റെ പരിജ്ഞാനം നമ്മൾക്ക് വരുത്തും. അങ്ങനെ പാപത്തിൻ്റെ പരിജ്ഞാനമുള്ളവരായി പാപം ചെയ്യാതെ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവം നമുക്ക് നൽകിയതായ കൃപയിൽ നിരന്തരം വസിക്കുവാൻ നോഹയ്ക്ക് കൃപ ലഭിച്ചു, നോഹ അനുസരിച്ചു. നമുക്ക് കൃപ ലഭിച്ചു, നമുക്കും അനുസരിക്കാം. അങ്ങനെ കൽപ്പനയും കൃപയും ഒരുമിച്ച് പോകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടിനെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. കൽപ്പന ഇല്ലെങ്കിൽ കൃപയില്ല, കൃപ ഉണ്ടെങ്കിൽ കൽപ്പന ആവശ്യമാണ്. പഴയ നിയമത്തിൽ കൽപ്പനയും കൃപയും, പുതിയ നിയമത്തിൽ കൃപയും കൽപ്പനയും. പഴയ നിയമത്തിൽ കൽപ്പന അനുസരിച്ചു, കൃപ കിട്ടി. ഈ പുതിയ നിയമത്തിൽ നിന്നപ്പോൾ കൃപ കിട്ടിയത് കൊണ്ട് കൽപ്പന അനുസരിക്കുന്നു. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട്, പാപം ക്ഷമിച്ചത് കൊണ്ട് നമ്മൾ കൽപ്പന അനുസരിക്കുന്നു. എന്തിനാണ്? ഇനിയും പാപം ചെയ്യാതിരിക്കാൻ. കാരണം ഇനി പാപത്തിന് വേണ്ടി ഒരു യാഗവും നടത്തുവാനില്ല. ഇനി ക്രിസ്തു വീണ്ടും വീണ്ടും വന്ന് മരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിലായിരിക്കുന്നവൻ എന്താണ്? പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി, പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യൻ ക്രിസ്തു നമ്മളിൽ ജീവിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവേ, ഞാൻ അങ്ങയെ രക്ഷിതമായി സ്വീകരിച്ചിരിക്കുന്നു, എന്നെ അങ്ങയുടെ കൽപ്പന അനുസരിക്കുവാൻ ശക്തിപ്പെടുത്തണമേ, പാപം ചെയ്യാതിരിപ്പാൻ എന്നെ ബലപ്പെടുത്തണമേ എന്ന തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദി പറയുന്നു. കൽപ്പനയും കൃപയും തമ്മിലുള്ളതായ താരതമ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ കർത്താവേ. പഴയ നിയമകാലത്തിൽ കൽപ്പനയും കൃപയുമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അത് കൃപയും കൽപ്പനയും ചേർന്ന് പോകുന്നു. അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പാപം ചെയ്യാതെ ജീവിപ്പാൻ കൽപ്പനയും വിശ്വാസവും യേശുവിൻ്റെ വിശ്വാസമുള്ളവരെയാണ് വിശുദ്ധനെന്ന് വിളിക്കുന്നത്. ആ വിളിക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.